9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററാണ്. അതിൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റും പിന്നെ ഗ്രാവിറ്റേഷണൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനും ഗ്രാവിറ്റി എന്താണെന്നുള്ളതും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അവസാനം നമ്മൾ പഠിച്ചത് മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കാനാണ്. ഈ ഫോഴ്സ് തന്നെ പല ദിശയിൽ നിന്നും ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടാമെന്ന് നമ്മൾ കണ്ടു അല്ലേ. ഏത് ദിശയിൽ വേണമെങ്കിലും നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യാം. പക്ഷേ ആ ഫോഴ്സ് ലംബമായ ഒരു പ്രതലത്തിൽ ലംബമായ ഡയറക്ഷൻ ദിശയിലാണെങ്കിൽ, അതായത് പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ, നമ്മൾ അതിനെ പറയുന്ന മറ്റൊരു പേരുണ്ട് ത്രസ്റ്റ്. ആ ത്രസ്റ്റ് അതിനോടനുബന്ധിച്ച് പ്രഷർ, ഇത് രണ്ടുമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സർഫസിൽ പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ ലംബമായി അനുഭവപ്പെടുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ത്രസ്റ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ് അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം, ഫോഴ്സിൻ്റെ ഒരു പെർപെൻഡിക്കുലർ ഫോഴ്സാണ് ത്രസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഇത് ഫോഴ്സ് അല്ലേ, അപ്പോൾ യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ ആയിരിക്കും അല്ലേ. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പോൾ ഇതൊരു ഫോഴ്സ് ആയതുകൊണ്ട് ത്രസ്റ്റിൻ്റെ യൂണിറ്റും ന്യൂട്ടൺ തന്നെയാണ്. ഇനി ഇത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ സ്കേലർ ക്വാണ്ടിറ്റി ആണോ? ഇവിടെ നമ്മൾ ദിശ എടുത്തു പറയുന്നുണ്ട് അല്ലേ, പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ ആയിരിക്കണം. അപ്പോൾ എന്താണ്, ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ പേന എൻ്റെ കയ്യിൽ വെക്കുന്നു അല്ലേ. അപ്പോൾ ഈ പ്രതലം, എൻ്റെ കൈ എന്ന് പറയുന്നത് ഇങ്ങനെ തിരശ്ചീനമായിട്ട് ഹൊറിസോണ്ടലാണ്. അതിൽ വെച്ചിരിക്കുന്ന പേന താഴേക്കാണ് അതിൻ്റെ ബലം ഉള്ളത് അല്ലേ, നമ്മുടെ വെയിറ്റ് കൊണ്ട്, നമ്മുടെ ഭൂമി അതിനെ ആകർഷിക്കുന്നത് കൊണ്ട്. അപ്പോൾ അതെന്തായിരിക്കും? അതൊരു ത്രസ്റ്റ് തന്നെയാണ് അല്ലേ. പിന്നെ ഞാൻ ഇപ്പോൾ നിൽക്കുമ്പോൾ, നമ്മൾ വെർട്ടിക്കലി നിൽക്കുമ്പോൾ നമ്മൾ വളരെ പെർപെൻഡിക്കുലർ ആയിട്ടൊരു ഫോഴ്സാണ് ഭൂമിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതും എന്താണ്, ത്രസ്റ്റ് തന്നെയല്ലേ ആ ഫോഴ്സ്. ഇനി നമ്മൾ കടൽ തീരത്തൊക്കെ പോയാൽ, നമ്മൾ സാൻഡിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ പാദം കുറച്ച് മണ്ണിലേക്കൊന്ന് പുതഞ്ഞു പോകുമെന്ന് പറയും അല്ലേ. കാരണം അത് ലൂസ് ആയതുകൊണ്ട് കുറച്ച് താഴേക്ക് പോകും. നമുക്കറിയാം കുഞ്ഞു കുട്ടികളൊക്കെ നിന്ന് കഴിഞ്ഞാൽ അധികം താഴില്ല, പക്ഷെ നല്ല വെയിറ്റുള്ള ആൾക്കാർ നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി താഴ്ന്നു പോകും. അതെന്തുകൊണ്ടാണ്? അവരവിടെ ആ പ്രഷർ പെർപെൻഡിക്കുലറായിട്ട് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ്. അതല്ല, ഞാനിപ്പോൾ ഈ ബോർഡ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, 2 നെയിൽസ് ഉപയോഗിച്ചിട്ടാണ്, ആണി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ആണി ഇവിടെ ഡ്രില്ല് ചെയ്തപ്പോൾ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫോഴ്സ് ഉപയോഗിച്ചത്? നമ്മൾ ആ ബോളിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പോൾ അതും എന്താണ്, ഒരു ത്രസ്റ്റാണ് അല്ലേ. പിന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ പറയും സോഫ്റ്റ് ബോർഡൊക്കെ ഒന്ന് നീറ്റ് ആക്കണം, നിങ്ങൾ കുറേ ചാർട്ടൊക്കെ വെക്കണം എന്ന്. ആ ചാർട്ട് നമ്മൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? തംപിൻസ് കൊണ്ട്. തംപിൻ്റെ ആ ഡിസൈൻ കണ്ടിട്ടുണ്ടോ? നമ്മൾ പ്രസ് ചെയ്യുന്ന ഭാഗം വളരെ ബ്രോഡാണ് അല്ലേ. അപ്പം നമ്മുടെ കൈ അധികം വേദന എടുക്കില്ല. പക്ഷേ ആ തറച്ചു കയറുന്ന ഭാഗം വളരെ ഷാർപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത് അകത്തേക്ക് പിയേഴ്സ് ചെയ്ത്, അതായത് അകത്തേക്ക് ഇറങ്ങിപ്പോയി അവിടെ ഫിക്സ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ പ്രയോഗിക്കുന്ന ഫോഴ്സ് എന്താണ്? പെർപെൻഡിക്കുലർ ഫോഴ്സാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ത്രസ്റ്റ് ഒരു പെർപെൻഡിക്കുലർ ഫോഴ്സ് ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ത്രസ്റ്റ് ഒരു പ്രതലത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഏരിയയ്ക്ക് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് എത്രമാത്രം ഏരിയ വിസ്തൃതി എടുത്തിട്ടാണ് അത് അവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോൾ ഈ പേന ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഈ പേന വെച്ച് ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്താലും എൻ്റെ കൈക്ക് വേദന അനുഭവപ്പെടില്ല. അതേസമയം ഈ പേന വെച്ച് ഞാൻ ഇങ്ങനെ കുത്തിയാലോ കുറച്ച് വേദന വരും അല്ലേ. അതുപോലെ തന്നെയാണ്, ഞാനിപ്പോൾ മണ്ണിൽ നിൽക്കുകയാണെങ്കിൽ എൻ്റെ പാദങ്ങൾ മണ്ണിലേക്ക് പുതഞ്ഞു പോകുന്നു. അതേസമയം ഞാൻ കിടന്നാൽ അത്ര താഴ്ത്തൽ പോകില്ല. കാരണം അപ്പോഴെന്താ, എൻ്റെ ബോഡിയുടെ വെയിറ്റ് അത്രയും ഏരിയയിലേക്ക് ഇങ്ങനെ സ്പ്രെഡായി വരികയാണ്. അപ്പോൾ ഈ ത്രസ്റ്റ് അല്ലെങ്കിൽ ഫോഴ്സിനും ഏരിയയ്ക്കും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമുണ്ട്. ഏരിയ കുറഞ്ഞിരുന്നാൽ അനുഭവപ്പെടുന്ന പ്രഷർ അല്ലെങ്കിൽ ത്രസ്റ്റ് വളരെ കൂടുതലാണ്. ഏരിയ കൂടിയാലോ ത്രസ്റ്റ് അല്ലെങ്കിൽ പ്രഷർ വളരെ കുറയും. അപ്പോൾ നമുക്ക് യൂണിറ്റ് ഏരിയയിലുള്ള ത്രസ്റ്റിനെ നമുക്ക് പ്രഷർ എന്ന് വിളിച്ചുകൂടെ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ത്രസ്റ്റാണ്, അതൊരു ഫോഴ്സാണ്. പക്ഷെ അത് എങ്ങനെയായിരിക്കണം? ഏരിയ ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. നമ്മൾ കണ്ടു ത്രസ്റ്റ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഫോഴ്സാണ്. ആ ത്രസ്റ്റിനെ ഏരിയയും കൂടി കൺസിഡർ ചെയ്ത് ത്രസ്റ്റ് ബൈ ഏരിയയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രഷർ. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് നോക്കിയാലോ, ത്രസ്റ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഏരിയ മീറ്റർ സ്ക്വയർ ആണെന്നറിയാം അല്ലേ. അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പക്ഷേ ഇത് മറ്റൊരു സയൻറ്റിസ്റ്റായ പാസ്കൽ എന്ന ശാസ്ത്രജ്ഞനെ ആദരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പേരാണ് ഇവിടെ നമ്മൾ യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രഷറിൻ്റെ യൂണിറ്റ് നമ്മൾ എന്ത് വിളിക്കും? പാസ്കൽ. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് PA എന്ന ആൽഫബറ്റ്സ് കൊണ്ടാണ്, ആദ്യത്തെ 2 അക്ഷരങ്ങൾ.
ഇനി ഈ പ്രഷറിൻ്റെ ഇഫക്ട്സ്, അതായത് ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയുന്നു, ഏരിയ കുറയുമ്പോൾ പ്രഷർ കൂടുന്നു, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നൊന്ന് നോക്കാം. അതായത് നമുക്കറിയാം നമ്മുടെ പിന്ന് ഇപ്പോൾ സാരിയിൽ ഞാൻ പിന്ന് ചെയ്തിട്ടുണ്ട് അല്ലേ, ആ പിന്നെ നമ്മൾ ഡ്രസ്സിലൊക്കെ കുത്തുമ്പോൾ അത് ബ്ലണ്ടായിട്ടുള്ള എൻഡാണ്, അല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോയ എൻഡാണെങ്കിൽ അത് പിന്നെ തറച്ച് കയറില്ല. അതേസമയം നല്ല ഷാർപ്പ് എഡ്ജ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഫാബ്രിക്കിലോട്ട് കുത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, നമുക്ക് അധികം പ്രഷർ ഉപയോഗിക്കാതെ തന്നെ നമുക്കത് കുത്താം. കാരണം അവിടെ എന്താ, എഡ്ജ് വളരെ പോയിന്റഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രഷർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ പ്രയോഗിക്കുന്ന ആ പ്രഷർ ആ നാരോ പോയിന്റിലേക്ക് എല്ലാം കൂടി അപ്ലൈ ചെയ്യുന്നത് അല്ലേ, അപ്പോൾ പെട്ടെന്ന് അത് തറച്ച് കയറുന്നു. അതുപോലെ തന്നെയാണ് നീഡിൽ. നമ്മൾ തുണി തയ്ക്കുമ്പോൾ നമുക്ക് ആ നീഡിലിൻ്റെ മുന ഒടിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് തയ്ക്കാൻ പറ്റില്ല. അതേസമയം നല്ല ഷാർപ്പ് ആകുമ്പോൾ നമ്മൾ കുറച്ച് പ്രഷർ കൊടുക്കുമ്പോൾ തന്നെ ആ നീഡിൽ തുണിയിലേക്ക് തുളച്ച് കയറുന്നു അല്ലേ. പിന്നെ വേറൊരു രീതി നോക്കിയാൽ തുണി കുറച്ച് സോഫ്റ്റ് ആണെന്ന് നമുക്ക് കരുതാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെയിൽസ്, അതായത് നമ്മുടെ ഭിത്തിയിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കേസിലെ പോലെ ഈ നെയിൽ ഇത്രയും ഹാർഡായിട്ടുള്ള ഭിത്തിയിലേക്കാണ് നമ്മൾ തറച്ച് കയറ്റുന്നത്. അതല്ലെങ്കിൽ നമ്മൾ തംപിൻസിൻ്റെ കാര്യം പറഞ്ഞു, അവിടെയൊക്കെ നമ്മൾ പോയിന്റ് ഷാർപ്പാക്കി വെക്കുന്നു. എന്നാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഭാഗം കുറച്ച് ബ്രോഡാണ്. അപ്പോൾ ആ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, നമ്മൾ പ്രയോഗിക്കുന്ന ബലം, പ്രഷർ എല്ലാം കൂടി എവിടെ വരും, ആ പോയിന്റിൽ വരുമ്പോൾ അത്രയും ഇഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ അരിയാനായിട്ട് ഒരു കത്തി എടുത്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ ഒരു ബ്ലേഡ് എടുത്തു എന്ന് വിചാരിക്കുക. അത് മൂർച്ചയില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും അല്ലേ. നമ്മൾക്ക് ഇതെന്താ ഒരു കത്തിക്ക് മൂർച്ചയില്ലല്ലോ, നമ്മൾ പിന്നെ മൂർച്ച കൂട്ടും. അപ്പോൾ എന്താ പറ്റുന്നത്, മൂർച്ച കൂട്ടുക എന്ന് പറഞ്ഞാൽ ആ കട്ടിങ് എഡ്ജ്, അത് നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ എഡ്ജ് എത്ര ഷാർപ്പാകുമോ അത്രയും നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ, ബുച്ചറി ഷോപ്പിൽ അല്ലെങ്കിൽ ഫിഷ് മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അവർ കട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ, വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യുന്ന പോലെ തോന്നും. അതെന്തുകൊണ്ടാണ്, അവരുടെ ആ കത്തി വളരെ ഷാർപ്പായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് പെട്ടെന്ന് കട്ട് ചെയ്ത് വരും. അതേസമയം ആ കത്തിയുടെ മറ്റേ എഡ്ജോ അത് കുറച്ച് ബ്രോഡായിരിക്കും അല്ലേ, അത്ര ബ്രോഡല്ല, എന്നാൽ ഇത്തിരി വീതി ഉണ്ടായിരിക്കും. അതായത് നമ്മൾ തൊട്ടാൽ നമുക്ക് മുറിയാത്ത ഒരു രീതിയിലായിരിക്കും അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു തത്വം എന്താണ്, ഏരിയ കുറയുമ്പോൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ കൂടുമെന്നതാണ്. അപ്പം നമ്മുടെ പ്രവൃത്തി അത് ആയാസകരമാക്കി തീർക്കുന്നു. ഇനി ഈ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏരിയ കൂടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതായത് ഹെവി ആയിട്ടുള്ള ഈ ട്രക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, കാർഗോ ഒക്കെ കൊണ്ടുപോകുന്ന ട്രക്ക്. അവർക്കൊക്കെ കാർ പോലെ 4 വീലാണോ ഉള്ളത്? അല്ല, ചിലതിൽ 6, ചിലതിൽ 8, ചിലതിൽ 12, ചില വലിയ ട്രക്കിലൊക്കെ 18 വീല് വരെ കാണാറുണ്ട്. അതെന്തിനാണ്? അപ്പോൾ കൂടുതൽ സ്പേസ് കൊടുക്കാനും അപ്പോൾ അത്രയും പ്രഷർ കുറയ്ക്കാനുമാണ്. ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയും. പിന്നെ അതിന് ടയറും കണ്ടിട്ടുണ്ടോ, നല്ല വീതിയുള്ള ടയറായിരിക്കും. അപ്പോൾ അത്രയും ആ പ്രഷർ അല്ലെങ്കിൽ ആ ത്രസ്റ്റ് അങ്ങനെ വീതിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ സ്പ്രെഡായി പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒന്നാണ് നമ്മുടെ ഹൈ റൈസ് ബിൽഡിങ്സ്. ഒത്തിരി സ്കൈ സ്ക്രേപ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അമ്പരചുംബികൾ എന്നൊക്കെ പറയുന്ന ബിൽഡിങ്ങുകളുണ്ടല്ലോ, അവർക്കൊക്കെ നല്ല ബ്രോഡായിട്ടുള്ള ബേസ്മെൻ്റ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ക്യാമൽ, ഒട്ടകം, മരുഭൂമിയിൽ നടക്കുന്ന ഒരു ആനിമലാണല്ലേ. അപ്പോൾ എപ്പോഴും അതിൻ്റെ ബോഡി വെയിറ്റ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു മൃഗമാണ്. അപ്പോൾ ഇത് നടക്കുമ്പോൾ അതിൻ്റെ കാലിങ്ങനെ പുതഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കാൻ. അപ്പോൾ അവരുടെ ഫീറ്റ് എങ്ങനെയാണ്, നല്ല ബ്രോഡായിട്ടുള്ള ഒരു കാലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ പാദങ്ങളിൽ ഈ ഏരിയ കൂടുതലായതുകൊണ്ട് ഈ ബോഡി വെയിറ്റ് അത്ര ത്രസ്റ്റ് അങ്ങനെ അനുഭവപ്പെടുന്നില്ല. അപ്പോൾ അധികം അങ്ങ് കുഴിഞ്ഞ് പോകുന്നതിനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അവർക്ക് നടക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ഒന്ന് നമ്മൾ കാണുന്ന ഈ ഷോൾഡർ ബാഗുകളാണ് അല്ലേ. ചെറിയ ബാഗിലൊക്കെ നാരോ ഷോൾഡർ, ഇപ്പോൾ ലേഡീസ് ബാഗൊക്കെ ആണെങ്കിൽ നമ്മൾ, അതായത് ഫാൻസി ബാഗ്സ്, നമ്മൾ ഒത്തിരി വെയിറ്റ് ഒന്നും എടുക്കുന്നില്ലെങ്കിൽ അതിന് നാരോ സ്ട്രിപ്പായിരിക്കും ഉള്ളത്. പക്ഷേ നമ്മൾ ഹെവി ആയിട്ടുള്ള വെയിറ്റ് ക്യാരി ചെയ്യുന്ന ബാഗ്സിനൊക്കെ എപ്പോഴും ഒരു ഷോൾഡർ സ്ട്രാപ്പ് എത്ര വീതിയാകുമോ അത്രയും നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. അതായത് ഇപ്പോൾ എൻ്റെ ഒരു ലാപ്ടോപ്പ് ബാഗ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഈ ലാപ്ടോപ്പ് ബാഗിൻ്റെ വയറ് അല്ലെങ്കിൽ ഈ വള്ളി എന്ന് പറയുന്നത് അത്ര ബ്രോഡല്ല. പക്ഷേ അതിനിങ്ങനെ ഒരു ഷോൾഡർ പാച്ച് വെച്ചിട്ടുണ്ട്. ഈ ഭാഗം നിങ്ങൾക്ക് കാണാം, ഇത് നല്ല ബ്രോഡാണ്. അപ്പോൾ അതിവിടെ ഷോൾഡറിൽ അധികം പ്രഷർ കൊടുക്കില്ല. ലാപ്ടോപ്പിന് വെയിറ്റ് ഉണ്ടെങ്കിലും അത് നമുക്ക് അധികം ബേർഡനായിട്ട് വരുന്നില്ല. അതേപോലെ തന്നെയാണ് ഈ ഷോൾഡർ ബാഗ്. ഈ ഷോൾഡർ ബാഗ് നോക്കൂ, ഇതിൻ്റെ ഈ സ്ട്രാപ്പ് എത്ര വീതിയുള്ളതാണ് അല്ലേ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഈ ചെറിയ ഈ വള്ളി പോലത്തെ ഈ ഒരു സ്ട്രാപ്പായിരിക്കും. അതപ്പോൾ നമുക്ക് കൂടുതൽ പെയിൻ വരും വെയിറ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെ ക്യാരി ബാഗ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഒത്തിരി സാധനങ്ങൾ നമ്മൾ ബാഗിലിടും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ ബാഗ് ആണെങ്കിലും. അപ്പോൾ ഈ ബ്രോഡർ ആയിട്ടുള്ള സ്ട്രാപ്പ് വരുമ്പോൾ ഈ ഏരിയ കൂടുമ്പോൾ ആ പ്രഷർ അത്ര ഏരിയയിലേക്ക് ഇങ്ങനെ സ്പ്രെഡായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പ്രഷറിൻ്റെ ഇഫക്റ്റ് മനസ്സിലാക്കുന്നത്.
ഇനി ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഒരു വുഡൻ ബ്ലോക്ക്, അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ ആൻഡ് 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അതായത് ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ഇനി മാസ് എന്ന് പറയുന്നത് 2 കിലോഗ്രാമാണ്. അതിനി ചരിച്ച് വെച്ചാലും അല്ലെങ്കിൽ ഇങ്ങനെ കുത്തനെ വെച്ചാലും എന്താണ് അതിൽ അപ്ലൈ ചെയ്യുന്ന ത്രസ്റ്റ്, അതിൽ വ്യത്യാസം ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം, ഇങ്ങനെ ചരിച്ചിങ്ങനെ കിടത്തിയാൽ അതിന് കൂടുതൽ ബ്രോഡായിട്ടുള്ള ഏരിയ ആണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? ത്രസ്റ്റ് അല്ലെങ്കിൽ പ്രഷർ കുറവായിരിക്കണം. അതേസമയം കുത്തനെ നിർത്തുമ്പോൾ പ്രഷർ കൂടുതലായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ ത്രസ്റ്റ്, ഇവിടെ അനുഭവപ്പെടുന്ന ത്രസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വെയിറ്റ് തന്നെയാണ് അല്ലേ. അത് എത്രത്തോളം വെയിറ്റ് അപ്ലൈ ചെയ്യുന്നു അത് തന്നെയാണ് അതിൻ്റെ ത്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെയിറ്റിൻ്റെ ഫോർമുല എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പം അതിനു മുമ്പ് ഇത് രണ്ടിനും ഇവിടെ അപ്പം മാസ് എത്രയാണ്? 2 kg ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് 10 എന്ന് എടുക്കാം. 9.8 ആണ്. 10 ഇൻറ്റു m/s² നമുക്ക് റൗണ്ട് ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ എത്രയായിരിക്കും നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത്? 20 ന്യൂട്ടൺ ആണ് നമുക്ക് കിട്ടുന്ന ആ വെയിറ്റ് അല്ലെങ്കിൽ ത്രസ്റ്റ്. പിന്നെ ഇതിന് അനുഭവപ്പെടുന്ന പ്രഷറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി ത്രസ്റ്റ് ബൈ ഏരിയ. അപ്പോൾ ഈ രണ്ട് കേസിലും ഏരിയയിൽ ഡിഫറൻസ് വരും അല്ലേ. ഇവിടെ 30 × 20 എന്നുള്ള ഭാഗങ്ങളാണെങ്കിൽ രണ്ടാമത്തേൽ 30 × 10 ആണ്. അപ്പോൾ നമുക്ക് രണ്ട് കേസ് സെപ്പറേറ്റ് ആയിട്ട് എടുത്താൽ ഏരിയ ഇൻ കേസ് 1, അപ്പോൾ അതെത്രയായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. അതായത് 30 സെൻറ്റിമീറ്റർ ഇൻറ്റു 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സെൻറ്റിമീറ്ററിന് മീറ്റർ ആക്കണമെങ്കിൽ 10,000 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 30 × 20 / 10,000 അല്ലേ. ഇതിന് ഓരോന്നിനെ ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ അതിനെ നമ്മൾ ടോട്ടലായിട്ട് 10,000 എന്ന് എടുത്തു. അപ്പോൾ ഈ സീറോസ് നമുക്ക് കളയാം. 6 കിട്ടി. 6നെ പിന്നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.06 m² ആണ് ആദ്യത്തെ കേസിൽ. രണ്ടാമത്തെ കേസിൽ ഏരിയ എത്രയായിരിക്കും? ഏരിയ ഇൻ കേസ് 2 എത്രയായിരിക്കും? ഇതേപോലെ ചെയ്ത് നോക്കിയാൽ 30 × 10 ഡിവൈഡഡ് ബൈ 10,000 അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 അല്ലേ. 0.03 m². അപ്പോൾ ഏരിയ നമുക്ക് കിട്ടി. ഇനി ഫസ്റ്റ് കേസിൽ ത്രസ്റ്റ് എത്രയാണെന്ന് നോക്കാം. കേസ് 1ൽ ത്രസ്റ്റ് അല്ല, പ്രഷർ എത്രയാണ്? പ്രഷർ എന്ന് പറയുന്നത് വെയിറ്റ് 20 ന്യൂട്ടൺ അപ്പോൾ 0.06 ആണ്. 06 m². അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ഡെസിമൽ മാറ്റണമെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. 2000 ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 3 ആയി. ഇവിടെ എത്രയായി? 1000 ആയി. 1000 ഡിവൈഡഡ് ബൈ 3 എത്ര കിട്ടും? 309 ശിഷ്ടം 1, വീണ്ടും 309 ശിഷ്ടം 1, പിന്നെ വീണ്ടും 309. സോ ദാറ്റ് ഈസ് ന്യൂട്ടൺ പെർ m². ഇത് ഇൻറ്റു 3 എന്നങ്ങ് പോകും അല്ലേ. നമ്മളങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇനി സെക്കൻഡ് കേസിലെ പ്രഷർ എന്തായിരിക്കും? 20 ഡിവൈഡഡ് ബൈ 0.03 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2000 ഡിവൈഡഡ് ബൈ 3 എന്ന് എടുക്കാം. 2000 ഡിവൈഡഡ് ബൈ 3 എത്രയായിരിക്കും? ഇവിടെ 6 3 18 ശിഷ്ടം 2, 6 3 18 ശിഷ്ടം 2, 6 3 18 666.66 പാസ്കൽ അങ്ങനെ എടുക്കാം. പ്രഷർ എന്ന് പറയുമ്പോൾ ന്യൂട്ടൺ m² എന്താണ്? പാസ്കലാണ്. നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഏരിയ ആണുള്ളത് അല്ലേ. ഏരിയ കുറച്ചപ്പോൾ നമ്മുടെ പ്രഷർ കൂടി. അതേസമയം ഏരിയ കൂടുതലായിരുന്നപ്പോൾ നമ്മുടെ പ്രഷർ കുറവായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.